നമസ്കാരം. യൂണിവേഴ്സൽ ഡോണർ അല്ലെങ്കിൽ സാർവത്രിക ദാതാവ് എന്നറിയപ്പെടുന്ന ഒരു എഞ്ചിനാണ് ഫിയറ്റിൻ്റെ മൾട്ടി ജെറ്റ് എഞ്ചിൻ 1.3. നമുക്കറിയാം ഒരുപാട് വാഹനങ്ങളുണ്ട്. ഇപ്പം ഇൻഡിക്ക വിസ്ത ആയിക്കോട്ടെ, അതല്ലെന്നുണ്ടെങ്കിൽ മാരുതി സുസുക്കിയുടെ ഒരുപാട് വാഹനങ്ങളിലൊക്കെ ഈ ഒരു എഞ്ചിൻ ഉണ്ടായിരുന്നു. ഈവൻ ഇഗ്നിസിൽ പോലും ആ ഒരു എഞ്ചിൻ ഒരു കാലത്ത് വന്നിട്ടുണ്ടായിരുന്നു. ഡീസൽ എഞ്ചിനാണ്. ഇന്നത്തെ ബ്ലോഗിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മറ്റൊരു കാര്യമാണ്. ഇത്തരത്തിൽ മികച്ച എഞ്ചിനുകൾ ഇന്ത്യൻ മാർക്കറ്റിൽ നിന്നും അപ്രത്യക്ഷമായിക്കൊണ്ടിരിക്കുകയാണ്. അത്തരം എഞ്ചിനുകൾ വെച്ചിട്ടുള്ള മികച്ച വാഹനങ്ങൾ ഇന്ത്യൻ മാർക്കറ്റിൽ നിന്നും അപ്രത്യക്ഷമായിക്കൊണ്ടിരിക്കുകയാണ്. കഫേ നോംസ് ഒക്കെ വരുന്നത് കൊണ്ടായിരിക്കാം കോർപ്പറേറ്റ് ആവറേജ് ഫ്യൂൽ എഫിഷ്യൻസി എന്ന് പറയുന്ന കഫേ നോംസ് ഒക്കെ വെച്ചിട്ടായിരിക്കാം ഇത്തരത്തിലുള്ള തീരുമാനങ്ങളിലേക്ക് കമ്പനി പോകുന്നത്. 3 സിലിണ്ടർ Z12E എന്ന് പറയുന്ന എഞ്ചിനായിരിക്കും ഇനി അങ്ങോട്ട് നമ്മുടെ രാജാവ് എന്ന് പറയുന്നത്. അതിനെ രാജാവ് എന്ന് വിളിക്കാൻ കഴിയുമോ എന്ന് ചോദിച്ചാൽ വലിയൊരു ക്വസ്റ്റ്യൻ മാർക്ക് തന്നെയാണ്. ഇന്നത്തെ ബ്ലോഗിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അത്തരത്തിലുള്ള ഒരു എഞ്ചിനെ കുറിച്ചും അത് വെച്ചിട്ടുള്ള അവസാനത്തെ വാഹനം എന്ന് നമുക്ക് വിളിക്കാൻ കഴിയുന്ന ഒരു വാഹനത്തെക്കുറിച്ചിട്ടാണ്. K12M എന്ന് പറയുന്ന വളരെ മികച്ച ഒരു എഞ്ചിൻ, 4 സിലിണ്ടർ എഞ്ചിനാണ്. 1200 cc എഞ്ചിനാണ്. നമ്മൾ പല വീഡിയോസിലും ഈ എഞ്ചിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. VVT എഞ്ചിനാണ്. K സീരീസിൽ വരുന്ന K12N എന്ന് പറയുന്ന എഞ്ചിൻ അപ്രോക്സിമേറ്റ്ലി 1197 cc DOHC കൈൻഡ് ഓഫ് എഞ്ചിൻ തന്നെയാണ്. 82 bhp, അത് 6000 rpmലും 113 Nm ടോർക്ക്, അത് 4200 rpmലും ഉണ്ടാകുന്ന ഈ ഒരു എഞ്ചിൻ്റെ ലോയും മിഡും ഒക്കെ വളരെ മികച്ചതാണ്. AMT ഗിയർ ബോക്സുമായിട്ട് നമുക്കറിയാം. AMT സാധാരണ ഇതിൽ ചെറിയൊരു ലാഗ് കാര്യങ്ങളൊക്കെ ഉണ്ടാകും, അത് നമുക്കറിയാവുന്ന കാര്യമാണ്. ശരിക്കും ഒരു ആക്ച്വേറ്ററിനെ വെച്ചിട്ട് ഒരു മാനുവൽ ഗിയർ ബോക്സിനെ ഓട്ടോമാറ്റിക് ആക്കി മാറ്റുക എന്നുള്ളതാണ് AMT. അങ്ങനെ വരുമ്പോഴത്തേക്കും ഈ ഒരു എഞ്ചിനുമായിട്ട് നല്ല ഒരു സിങ്ക് AMT ഗിയർ ബോക്സിനുണ്ട് എന്നുള്ളത് എടുത്തു പറഞ്ഞ ഒരു കാര്യം തന്നെയാണ്. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ ഒരു എഞ്ചിൻ വെച്ചിട്ട് ഇന്ത്യൻ മാർക്കറ്റിൽ ഉള്ള ഒരേ ഒരു വാഹനം മാരുതി സുസുക്കിയുടെ ഇഗ്നിസ് ആണ്. ഇഗ്നിസ് എന്ന് പറയുന്ന വാഹനത്തിന് ഇനി മുതൽ ആ ഒരു എഞ്ചിൻ ഉണ്ടാകില്ല എന്നുള്ള രീതിക്കുള്ള വാർത്തകളാണ് ഇന്ത്യൻ മാർക്കറ്റിലേക്ക് വരുന്നത്. തീർച്ചയായിട്ടും ഈ ഒരു കോണ്ടന്റ് ഉപകാരപ്രദമാകും എന്ന് വിശ്വസിക്കുന്നു. എഞ്ചിൻ ബേയുടെ മറ്റൊരു ബ്ലോഗിലേക്ക് ഏവർക്കും ഹാർദമായ സ്വാഗതം. നമ്മുടെ ബ്ലോഗും നമ്മുടെ കോണ്ടന്റൊക്കെ നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനലിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഒരു ജാപ്പനീസ് പെഡിഗ്രി അവകാശപ്പെടുന്ന സുസുക്കിയുടെ ഒരു വാഹനം തന്നെയാണ് ഇഗ്നിസ്. 3700 മില്ലിമീറ്റർ ലെങ്ത്തും 1690 മില്ലിമീറ്റർ വിഡ്ത്തും 1595 മില്ലിമീറ്റർ ഹൈറ്റും വീൽ ബേസ് ആണെന്നുണ്ടെങ്കിൽ 2435 മില്ലിമീറ്റർ ആണ്. ഗ്രൗണ്ട് ക്ലിയറൻസ് എന്ന് പറയുന്നത് 180 മില്ലിമീറ്റർ. 80 മില്ലിമീറ്റർ ഗ്രൗണ്ട് ക്ലിയറൻസ് ഉള്ളത് കൊണ്ട് തന്നെ ഈ ഒരു വാഹനത്തിൻ്റെ സസ്പെൻഷൻ കുറച്ച് സ്റ്റിഫാണ്, ഒരു സോഫ്റ്റ്വെയർ സൈഡിലേക്ക് വരുന്നില്ല എന്നുള്ളതാണ് എടുത്തു പറഞ്ഞ ഒരു കാര്യം. എക്സ്പ്രഷൻ സ്റ്റഡാണ് ഫ്രണ്ടിൽ വന്നിട്ടുള്ളത്, ടോർഷൻ ബീമാണ് ബാക്കിൽ വന്നിട്ടുള്ളത്. നമുക്കറിയാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഈ ഒരു വാഹനത്തിൻ്റെ അവൈലബിലിറ്റി കുറഞ്ഞു തുടങ്ങി എന്നുള്ളതാണ്. നമ്മളിവിടെ പിൻ പോയിൻ്റ് ആയിട്ട് ചെയ്ത് പറയുന്നൊരു കാര്യം, ഈ ഒരു വാഹനം ഇനി മുതൽ ഇന്ത്യൻ മാർക്കറ്റിൽ കാണുക എന്നുള്ളത് ശരിക്കും അത് വിരളമായിരിക്കും എന്നുള്ളതാണ്. കാരണം 2026 ജനുവരിയോടുകൂടി ഈ ഒരു വാഹനം ഈ ഒരു എഞ്ചിൻ വെച്ചിട്ട് ഇന്ത്യൻ മാർക്കറ്റിൽ നിന്നും അപ്രത്യക്ഷമാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. വരികൾക്കിടയിലൂടെ നിങ്ങൾക്ക് വായിച്ചാൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയും. ഇതിൻ്റെയൊക്കെ പ്രൂഫ് എവിടെ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും കമ്പനി ഈ ഒരു വാഹനം നിർത്തി എന്ന് പറയാതെ നമുക്ക് അങ്ങനെ ഒരു പ്രൂഫൊന്നും ഒരിക്കലും മുമ്പോട്ട് കൊണ്ടുവരാൻ കഴിയില്ല. എന്നാൽ പോലും സിയാസ് കമ്പനി നിർത്തി എന്നൊരിക്കലും പറഞ്ഞിട്ടില്ല. പക്ഷേ സിയാസ് അവൈലബിൾ ആണോ? അല്ല. 2 എയർ ബാഗുമായിട്ട് നിലനിൽക്കുന്ന ഈ ഒരു വാഹനം ഒഫീഷ്യലി ചില മീറ്റിങ്ങുകളിലൊക്കെ ഈ ഒരു വാഹനം ഇനി മുതൽ അവൈലബിൾ ആയിരിക്കില്ല എന്നുള്ള രീതിക്കൊക്കെ ഉള്ള വാർത്തകളൊക്കെ വെളിയിലോട്ട് വന്നിട്ടുണ്ടായിരുന്നു, അല്ലെങ്കിൽ അത്തരത്തിലുള്ള സംസാരങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. തീർച്ചയായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ടത് Z12E എന്ന് പറയുന്ന 3 സിലിണ്ടർ, അതായത് 400 cc വെച്ച് ഓരോ സിലിണ്ടറിലും അങ്ങനെ 1.2 ലിറ്ററിൽ വരുന്ന ആ ഒരു എഞ്ചിൻ 80.8 bhp പവറും അപ്രോക്സിമേറ്റ്ലി 111 Nm ടോർക്കുമുള്ള 3 സിലിണ്ടർ എഞ്ചിൻ. വളരെ ചെറിയ എഞ്ചിനാണ്, ലൈറ്റ് വെയ്റ്റ് ആണ്. അതുമാത്രമല്ല കുറച്ച് സ്പേസ് മതി. ഇനി വരാൻ പോകുന്ന സീരീസ് ഹൈബ്രിഡ് ടെക്നോളജിയിൽ ഒരു ജനറേറ്ററായിട്ട് ഇരിക്കേണ്ട ഒരു എഞ്ചിനൊക്കെ തന്നെയാണ്. അത്തരത്തിലുള്ള ഒരു എഞ്ചിനായിരിക്കും ഇനി ഇഗ്നിസിലേക്ക് വരിക എന്നുള്ള രീതിക്കുള്ള വാർത്തകളൊക്കെ വരുന്നുണ്ട്. എന്നാൽ പോലും ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡ് മീറ്റ് ചെയ്യുന്ന ഒരുപാട് രാജ്യങ്ങളിലേക്ക് കയറ്റി അയക്കുന്ന നിങ്ങളതിൻ്റെ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററൊക്കെ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാക്കും ഏകദേശം 9ഓളം ഭാഷകൾ അതിനകത്തുണ്ട്. അതുമാത്രമല്ല വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം, നമ്മളതിൻ്റെ പാർക്കിംഗ് സെൻസറിൻ്റെ ഒരു ഓപ്ഷൻ ഉണ്ട്. അതൊക്കെ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ട്രെയിലർ മോഡ് എന്നൊക്കെ പറയുന്നൊരു മോഡൊക്കെ നമുക്കതിനകത്ത് കാണാൻ കഴിയും. പാർക്കിംഗ് സെൻസറിൻ്റെ ഒരു പ്ലേസ്മെൻറ്റ് ബാക്കിലൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എഡ്ജിലേക്ക്, അതായത് കോർണർ എഡ്ജിലേക്കൊക്കെ അതിൻ്റെ പാർക്കിംഗ് സെൻസർ വന്നിട്ടുണ്ട്. അതിൻ്റെ ഡിസൈൻ്റെ ഒരു മികവ് കൊണ്ടൊക്കെ തന്നെ ആയിരിക്കാം. എന്നാൽ പോലും ഡിസൈൻ പലർക്കും അങ്ങ് ഇഷ്ടപ്പെടുന്നില്ല. എസ്പെഷ്യലി
ബാക്കിലെ ഡിസൈനൊക്കെ. അപ്പോൾ അങ്ങനെയൊക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്കും ഇന്ത്യക്കാർക്ക് ഈ ഒരു വാഹനത്തിൻ്റെ വാല്യൂ മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല എന്ന് തന്നെയാണ് എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം. 5 സ്പീഡ് മാനുവൽ ട്രാൻസ്മിഷനിലും 5 സ്പീഡ് AMD ട്രാൻസ്മിഷനിലും ഈ ഒരു വാഹനം അവൈലബിൾ ആണ്. അതുകൊണ്ട് തന്നെ ഇഗ്നിസ് എന്ന് പറയുന്ന ഒരു വാഹനം ഇനി ഇന്ത്യൻ മാർക്കറ്റിലേക്ക് വരുമോ എന്നുള്ളൊരു കാര്യം വലിയൊരു ചോദ്യമാണ്. യാതൊരുവിധ അപ്ഡേഷനും ഇല്ലാതെ ഇന്ത്യൻ മാർക്കറ്റിൽ ഒരു 4-4.5 വർഷമായിട്ട് ഈ ഒരു വാഹനം നിലനിൽക്കുകയാണ്. പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് സുസുക്കിയുടെ ചെയർമാനായ RC ഭാർഗവ 2025 കഴിയുമ്പോഴത്തേക്കും അവരുടെ എല്ലാ വാഹനങ്ങളും സേഫ്റ്റി എൻഹാൻസ്മെന്റ് എന്ന കാരണം കൊണ്ട് തന്നെ 6 എയർ ബാഗ് സ്റ്റാൻഡേർഡാക്കി മാറ്റും എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോഴും 2 വാഹനങ്ങൾ വെളിയിൽ നിന്നു. 2 എയർ ബാഗുമായിട്ട് നിൽക്കുന്ന 2 വാഹനങ്ങൾ ഇഗ്നിസും അത് മാത്രമല്ല എസ്പ്രസോയുമാണ്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് കാര്യം മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. നല്ല നല്ല കോണ്ടന്റുകളായിട്ട് നമുക്ക് വീണ്ടും കാണാം. നല്ലൊരു എഞ്ചിൻ, നല്ലൊരു വാഹനം, ചെറിയൊരു വാഹനം, നല്ല AMD ട്രാൻസ്മിഷൻ ആയിരുന്നു. മൊത്തത്തിൽ അത്യാവശ്യം കൊള്ളാവുന്നൊരു ബിൽ ക്വാളിറ്റിയുള്ളൊരു വാഹനം തന്നെയാണ്. അപ്പോൾ നിങ്ങൾ ചോദിക്കും ഗ്ലോബൽ എൻഗ്യാപ്പിൽ എത്ര സ്റ്റാർ കിട്ടി എന്നുള്ളതൊക്കെ. അതൊക്കെ 2 എയർ ബാഗ് വെച്ചിട്ടുള്ള കഥയല്ലേ. തീർച്ചയായിട്ടും മികച്ചൊരു വാഹനമാണ്. 15 ഇഞ്ചിൻ്റെ അലോയ് വീൽസ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അലോയ് ടോപ്പ് എൻഡിലാണ്, എന്നാൽ പോലും 15 ഇഞ്ചിൻ്റെ വീലുകൾ കാര്യങ്ങൾ, അത്യാവശ്യം നല്ല സീറ്റിംഗ് പൊസിഷൻ, വളരെ ചെറിയ കാറ്, നല്ല ഒരു ഔട്ട്ലുക്ക് ഉള്ളൊരു വാഹനം, തീർച്ചയായിട്ടും നല്ലൊരു എഞ്ചിൻ, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നല്ല നല്ല കോണ്ടന്റുകളായിട്ട് നമുക്ക് വീണ്ടും കാണാം. നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരിക്കൽ കൂടെ നന്ദി. നമസ്കാരം.